ഹലോ ഗൈസ്, എല്ലാവർക്കും JCPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വ്ളോഗാണ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായിട്ട് ഒരു മൂവി റിവ്യൂവിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കിലെടുക്കണ്ട. സോ ഇതൊരു ജാപ്പനീസ് ആനിമെ മൂവിയാണ്, അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കണം. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു ജാപ്പനീസ് ആനിമെ സീരീസ് കാണുന്നതാണ്. ജാപ്പനീസ് ആനിമെ സീരീസ് മാത്രമല്ല, നമ്മുടെ ലൈവ് ആക്ഷൻ മൂവീസ് ആണെങ്കിലും മൂവി സീരീസ് ആണെങ്കിലും ഇംഗ്ലീഷ് സീരീസുകളെല്ലാം ഒട്ടുമിക്കതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1988 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് അനിമെ മൂവിയായ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസിനെ പറ്റിയാണ്. സോ ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ്. ഇവിടെ ഇന്ന ഒരു ടൈപ്പ് കോണ്ടൻറ്റ്സ് അങ്ങനെ നമുക്കിവിടെ ചെയ്യാനില്ല. നമ്മളിവിടെ ചിലപ്പോൾ റിയാക്ഷൻ ചെയ്യാം, ഇതുപോലെ റിവ്യൂ എടുക്കാം, വ്ലോഗ് എടുക്കാം. അപ്പോൾ എല്ലാം അടങ്ങുന്ന ഒരു ചെറിയൊരു ചാനലായിരിക്കും ഇത്. സോ അതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് റിവ്യൂവിൻ്റെ ഇതിലായിട്ട് തന്നെ നടക്കാം. അപ്പം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 1988 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് അനിമെ മൂവിയാണ് ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഒരു വാർ ബേസ്ഡ് മൂവിയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കണം, ഇഷ്ടംപോലെ. ഇംഗ്ലീഷിലായാലും മലയാളത്തിൽ ഇച്ചിരി ഉള്ളതിലും ഇംഗ്ലീഷിലും കൊറിയയിലും അതായത് അതർ ലാംഗ്വേജസിലൊക്കെ ഇഷ്ടംപോലെ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് വാർ ബേസ്ഡ്. അപ്പോൾ വാറിൽ എന്ത് നടക്കുന്നു, വാറിന് മുമ്പുള്ള പരിപാടി, വാറിനിടയ്ക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ്, അപ്പോൾ അത് എങ്ങനെയൊക്കെ നടക്കുന്നതാണ് നമ്മളൊരു ബേസിക്കലി ഒരു മൂവിയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് ഒട്ടുമിക്ക മൂവീസും. അപ്പോൾ ഇവിടെ ഈ ഒരു ജാപ്പനീസ് അനിമെ മൂവിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു വാറ് കഴിഞ്ഞു, വാറിൻ്റെ അപ്പുറം ഒരു വാറ് കഴിഞ്ഞിട്ടുള്ള ഒരു സീക്വൻസാണ് മുഴുവൻ. ഓൾമോസ്റ്റ് ഒരു 90% കാണിക്കുന്നത്, 95% കാണിക്കുന്നത് ഈ വാറിന് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ആൾക്കാർ അനുഭവിക്കുന്ന കുറച്ച് കഷ്ടതകൾ എന്ന് പറയാൻ പറ്റത്തില്ല, അറ്റ് ഇറ്റ് സ്പീക്കാണിത്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഒരു ഇൻഡെപ്ത് ഉള്ളൊരു മൂവിയാണ് ഈ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. കൂടാതെ ഈ ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസിൻ്റെ ഡയറക്ടർ ആരാന്ന് പറയുമ്പോൾ അതിൽ ഒരു യുണീക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്റ്റുഡിയോ ഗിബ്ലിയുടെ തന്നെ കോ ഫൗണ്ടറായിട്ടുള്ള ഇസാവോ തക്കഹാത്ത എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ഡയറക്ഷനിൽ വന്ന ഒരു വാർ ബേസ്ഡ് അനിമേറ്റഡ് ജാപ്പനീസ് മൂവിയാണ് ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. ബേസിക്കലി ഇതിൽ ഒരു ചേട്ടൻ അനിയത്തി സിബ്ലിംഗ് കഥയാണ്. ഓൾമോസ്റ്റ് ഈ കഥ ഫുൾ നമ്മൾ അവരുടെ ഒരു സംഭാഷണവും അവരുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് ഈ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു മൂവിയാണ് ഗ്രേവ് ഓഫ് ദി ഫയർഫ്ലൈസ്. ഇത് ഇപ്പം ഞാൻ ഇത് കണ്ട് ഇരുന്ന് അവസാനമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. നമുക്ക് അവിടെ നിന്ന് എഴുന്നേക്കാനോ പിന്നെ അടുത്ത എന്താ ചെയ്യണ്ടേ, ഈ മൂവി കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പോരാത്തതിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിക്കുക കൂടെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കങ്ങനെ ഈ മൂവീസ് കാണുമ്പോൾ ടീയേഴ്സ് അല്ലെങ്കിൽ കണ്ണീര് വരിക, കരയുക, അതൊക്കെ ഒരു ഭയങ്കര റെയറായിട്ട് സംഭവിക്കുന്ന സാധനങ്ങളാണ് ബേസിക്കലി എനിക്ക്. ഓക്കെ, ഇത് കണ്ട് ഞാൻ അങ്ങ് ഇരുന്നു. അവസാനത്തെ ഒരു കുറച്ച് മൊമെൻറ്റ്സൊക്കെ എത്തുമ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുക, എന്താ ഇങ്ങനെ വൈ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. അതായത് ഇമോഷണലി നമ്മളെ അങ്ങ് ഇരുത്തിക്കളയും. നമ്മൾ സൈക്കോളജിക്കലി നമുക്ക് കുറേ എന്തൊക്കെയോ ഒരു ട്രോമ പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. ജാപ്പനീസ് അനിമെ കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ കൊണ്ട് ഇതൊന്ന് കാണിപ്പിച്ച് നോക്കണം. ഇഷ്ടപ്പെടാതിരിക്കുക. നാളെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ എന്നെ വെറുക്കാനേ പോകുന്നു, അതെനിക്ക് ഉറപ്പാണ്. അതുപോലത്തെ ഒരു പടമാണിത്. ഇതിൻ്റെ ആനിമേഷൻ ആണെങ്കിലും ഈ നിങ്ങൾ ഓർക്കണം 1988 നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഈ ഡീമൺ സ്ലേയറും അങ്ങനത്തെ കുറച്ച് അനിമെ മൂവീസ് സീരീസുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് അനിമേഷൻ സീരീസൊക്കെ ഇപ്പം CG ആയിക്കൊണ്ടിരിക്കുക. ബെർസർക്കിൻ്റെ ഒക്കെ ഒരു സെക്കൻഡ് സീസണൊക്കെ പറയുമ്പോൾ അതിനകത്ത് അനിമേഷന് ഉപരി CGI കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അമ്മാതിരി സാധനമൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് ഓർക്കണം. അപ്പം അന്ന് മുഴുവൻ
വരച്ച് ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഈ പറയുന്നത് നമുക്ക് പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊരു വാക്കുകളില്ല നിങ്ങളിത് കണ്ടു കഴിയുമ്പോൾ. അത് ഫോർ ഷുവറാണ്. അങ്ങനത്തെ ഒരു പടമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെ ആയിരിക്കണമെന്ന് അറിയത്തില്ല. ഇപ്പം ഈ ഐ വാണ്ട് ഈറ്റ് യുവർ പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു അനിമെ മൂവിയുണ്ട്, സൈലൻറ്റ് വോയ്സ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഇതൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും വേണേൽ കണ്ടിരിക്കാം. പക്ഷേ ഇതങ്ങനല്ല. നിങ്ങൾ അവസാനം പെടും, അതെനിക്ക് ഉറപ്പാണ്. അവസാനം നിങ്ങൾ ഇതെന്തിനാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾ എന്തിനാണിത്, നീ എനിക്ക് എന്തിനാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്നും പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വെറുക്കും, അതെനിക്ക് ഉറപ്പാണ്. അമ്മാതിരൊരു മൂവിയാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് നമ്മളൊരു പുതിയ ചാനലാണ്, പുതിയൊരു വീഡിയോ ആണ്. ബേസിക്കലി ഇത് ഇപ്പോൾ അനിമേഷൻ അല്ലെങ്കിൽ ജാപ്പനീസ് അനിമെ കാണുന്നവരിൽ പലരും ഇത് കണ്ടിട്ടില്ല. വേറെ എന്ത് സിനിമ സീരീസ് അല്ല കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളിതൊരു ജാപ്പനീസ് അനിമെ അല്ലെങ്കിൽ കാർട്ടൂൺ സാധനമാണെന്ന് പറഞ്ഞ് ഇതിനെ ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, അങ്ങനല്ലാതെ ഒരു മൂവി, അത് നിങ്ങളൊരു സിനിമ കാണുന്ന രീതി തന്നെ ഇത് കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ഡെപ്ത്ത്, ആ ഒരു ലോൺലിനെസ്. നിങ്ങൾ അവസാനം കരയും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അവസാനം കരഞ്ഞിരിക്കും. ബേസിക്കലി ഇതാണ് അവസാനം നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ മനത്തോട്ട് നോക്കി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? അതാണ് നിങ്ങൾക്ക് അവസാനം സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ.